ഹലോ അബ്ദുള്ള. ആ മോനെ, ഞാനിപ്പോ കാർത്തിക മുതലാളിയുടെ വീട്ടിൽ നിന്ന് തന്നെയാ വിളിക്കുന്നത്. ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നീ മദ്രാസ് ഓഫീസിൽ വിളിച്ച് മെസ്സേജ് കൊടുക്ക്, അവിടെ എത്താതിരിക്കില്ല. ആ മൊബൈലും ട്രൈ ചെയ്. തറവാട്ടിൽ നിന്ന് ആൾ അന്വേഷിച്ചു വന്നിരുന്നു. അമ്മയ്ക്ക് മൂപ്പര് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ശരി മോനെ, ഞാൻ ഈ നമ്പറിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. പുറത്തൊരാളിരിക്കുന്നു, സാറിനെ തിരക്കി വന്നതാ. ആരാ? അറിയത്തില്ല, പ്രായമുള്ളൊരാളാ. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അകത്തെ ചുമലില് ഫോട്ടോയിലുള്ള ആളാണോ എന്ന്. എന്റെ മാതാവേ, പുതിയ പയ്യനാ, അവന് മനസ്സിലായില്ല. അകത്തേക്ക് ഇരിക്കാച്ച. ഏയ് വേണ്ട. എന്താ അയാളുടെ വിവരം വല്ലതും? ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്ക. മുൻകൂട്ടി പറയാത്ത ഏതോ പ്രോഗ്രാമിൽ മാറ്റിയതാവും. ഫോണിൽ കിട്ടിയാ ഉടനെ തിരിക്കാൻ പറയാം. ശിവനെ, ഈ ഓട്ടത്തിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ പറയാം അയാളോട്. വേഗം കൂടുന്തോറും നിൽക്കേണ്ടടുത്ത് നിർത്താൻ പ്രയാസാവും. ആവശ്യത്തിലേറെ സമ്പാദിച്ചു കൂട്ടുന്ന പണം പകരം പോവില്ല. പിറ്റ തള്ളയ്ക്കൊന്ന് കാണണമെന്ന് തോന്നുമ്പോ അവർക്ക് നല്ല സുഖമില്ല. അതും പറഞ്ഞേക്കും. ഒന്ന് ഫോണിൽ കിട്ടിയ ഒരു കപ്പ് കാപ്പി അത് കുടിച്ചിട്ട് കാറിലങ്ങ്. വേണ്ട, നടന്നെത്താവുന്ന ദൂരല്ലേ ഉള്ളൂ, നടന്നോളാം. അമ്പലത്തുനിന്ന് മടങ്ങണ വഴിക്ക് ഞാൻ കാർത്തിക മുതലാളിയുടെ ബംഗ്ലാവിലൊന്ന് കയറി. അയാൾ എത്തിയിട്ടില്ല, വരും. കാര്യം കാണാൻ കിട്ടണില്ല എന്ന് നമ്മൾ പരാതി പറയും. അയാൾ ഒരുപാട് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒക്കെ ഉള്ള ആളല്ലേ, തിരക്കുണ്ടാവും. മംഗലശ്ശേരി നീലകണ്ഠൻ ദരിദ്രനായിച്ചാലും മകൻ മുതലാളിയാണടോ, വലിയ മുതലാളി. പക്ഷെ ആ പണം നൽകുന്ന സുഖം ഞാൻ നിഷേധിച്ചിട്ടുണ്ട്. എനിക്ക് അയാളോട് സ്നേഹമില്ല എന്ന് അതുകൊണ്ട് അർത്ഥമില്ല. പിന്നെ ഞാൻ കൊടുക്കാതെ മാറ്റിവെച്ച സ്നേഹം താൻ വാരിക്കോരി കൊടുക്കണുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തനിക്കൊരു ദേഹസുഖമില്ലാണ്ടായിട്ട് കിടക്കണ കാണുമ്പോ അച്ഛൻ എന്താ നല്ല ഡോക്ടേഴ്സിനെ ഒന്നും കാണിക്കാതിരുന്നെന്ന് അയാൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അതുകൊണ്ട് നമുക്കൊന്ന് പോവാം. ഞാൻ തൃശ്ശൂര് രാമേന്ദ്രൻ ഡോക്ടറെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു ചെക്കപ്പ്. ഇനിയിപ്പോ 2 ദിവസം അവിടെ കിടക്കണ അച്ഛാ. എന്താ അമ്മേ, ഈ മരുന്ന് കഴിച്ചിട്ട് കിടന്നോളൂ. ആ, വാര്യരെവിടെ? താഴെയുണ്ട്. ആ, അയാള് വരണമെന്നില്ല, ഇവിടെ നിക്കട്ടെ. മുതലാളിയുടെ ഫോൺ വല്ലതും വന്നാൽ പറയാലോ. അമ്മേ, അമ്മേ, ഭാനു, എന്തായി ചെയ്തത്? എന്നെ വിട്ടു പോയി കളഞ്ഞാൽ ഇക്കഴിഞ്ഞ കാലം മുഴുവൻ കണ്ണിമ ചിമ്മാതെ എനിക്ക് കൂട്ടിരുന്ന താൻ ഒരു വാക്ക് പോലും പറയാതെ പോയി കളഞ്ഞോ? പോയിടോ വരെ, എന്റെ പ്രാണം പോയി. താന്ന് വിളിച്ചു നോക്കണോ? ഒന്നുറക്കം വിളിച്ചു നോക്കണോ? ചങ്ക തീർന്നു. ശബ്ദം
ശബ്ദം നീലെന്റെ കണ്ണീര് കണ്ടിട്ടും ഉണരാത്ത ഉറക്കത്തിൽ നിന്ന് ആർക്കും ഉണർത്താൻ കഴിയില്ല ആ കുട്ടിയെ. ഞാൻ ശിവനെ